2019 സ്വിഫ്റ്റ് ആണ്. 2019 42,000 കിലോമീറ്റർ പക്ക ജെന്യൂൻ വണ്ടിയാണ്. ഈ 42 ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ. എസ് ക്രോസ് ഓട്ടോമാറ്റിക് ആണ്. 2021 സിംഗിൾ ഓണർ 68,000 കിലോമീറ്റർ. 2016 ZXi പ്ലസ് സിംഗിൾ ഓണർഷിപ്പിലേക്കാണ്. 62,000 കിലോമീറ്റർ പക്ക സർവീസ് വണ്ടി. 2018 VXi സിംഗിൾ ഓണർ 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ചാത്തമ്പാറ എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ലക്ഷറി റൈഡ് യൂസ്ഡ് കാർസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് വന്നേക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സ്വിഫ്റ്റ് തൊട്ടൊക്കെ മേളിലോട്ടാണ് നോക്കുന്നവർക്ക് കിട്ടുന്നത്. ഇവിടുന്ന് മീൻസ് ഒരുവിധം ക്വാളിറ്റി വണ്ടികളാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഇയർ കുറഞ്ഞ ടൈപ്പ് വണ്ടികളൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. ഇത്തവണ ഒരു 3-4 ഓൾട്ടയും പിന്നെ ഒരു ഷെവർലയുടെ വണ്ടിയും കിടപ്പുണ്ട്. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാനും എടുക്കാനും കൊള്ളാവുന്ന നല്ല വണ്ടികളായിരിക്കും കിടക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോയെന്ന് തോന്നുന്നു. എനിക്കൊരു 2-3-4 കമൻറ്റുകളെ ഈ ഓരോ പ്രദേശത്തായിട്ടൊന്നുള്ളൂ. മലപ്പുറംകാർ സ്നേഹത്തോടെ വിളിക്കുന്നു, മലപ്പുറത്തോട്ട് വാ എന്ന് പറയുന്നുണ്ട്. സന്തോഷം. അല്ലാതെ പറയുകയാണെങ്കിൽ കൊച്ചിയിലേക്ക് എനിക്ക് 1-2 കിട്ടി, അഡ്രസ്സ് കിട്ടി. അല്ലാതെ ഉള്ളത് നോക്കുകയാണെങ്കിൽ വലുതായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾക്കറിയാവുന്ന ഈ കോട്ടയം ഭാഗത്തുനിന്നേ കിട്ടി തുടങ്ങിയാൽ അതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത്. കാരണം ഞാൻ തുടങ്ങി വരാൻ പോകുന്ന കോട്ടയത്തു നിന്നാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഷോപ്പിൻ്റെയൊക്കെ പേരും അഡ്രസ്സുകളും എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. തേടി കണ്ടുപിടിക്കുമ്പോൾ ഉള്ള പ്രയാസം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കണ്ടുപിടിക്കാൻ മെനക്കെടാഞ്ഞിട്ടല്ല, എളുപ്പം 1-2 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വേറെ ഷോപ്പുകൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള ചോദിക്കാമല്ലോ. അതുകൊണ്ടുള്ളൊരു സൗകര്യത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. ബാ ബ്രോ, നമസ്കാരം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റായിരുന്നു. ഇത്തവണത്തെ വണ്ടികളുടെ ഒരു നിലവാരം, ഏത് രൂപ തൊട്ടുള്ള നിലവാരം? ഈ ഓണത്തിന് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത കുറച്ച് ചെറിയ വണ്ടികളും ഉണ്ട്. ബാക്കി നമ്മൾ പർച്ചേസ് എടുത്ത സ്വിഫ്റ്റ്, പോളോ, അങ്ങനെ സിയാസ്, ആ ടൈപ്പ് വണ്ടികളെല്ലാം ഉണ്ട്. പിന്നെ എസ് ക്രോസ്, i20, അതെല്ലാം വാഗണർ എല്ലാം കിടപ്പുണ്ട്. മോഡലുള്ള എല്ലാ വണ്ടിയും കിടപ്പുണ്ട്. ഓക്കെ, എത്ര രൂപ തൊട്ടുള്ള വണ്ടികൾ ഇത്തവണ നമ്മൾ കാണിക്കുന്നത്? നമുക്ക് ഇപ്രാവശ്യം 60 രൂപ തൊട്ടുള്ള വണ്ടികൾ നമുക്ക് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണിക്കാനുണ്ടോ? ഈ വീഡിയോയിൽ ഇത് 85 രൂപയ്ക്ക് ഇത് കാണിക്കാം. ഡീസല് സിംഗിൾ ഓണർ വണ്ടിയാണ്. 85,000 രൂപ. അതാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ വീഡിയോ കാണിക്കാം. ആ വീഡിയോ കാണിക്കാനുള്ള 85,000 രൂപ. 2010 ആൾട്ടോ LXi 2010 ആൾട്ടോ LXi വണ്ടി നമുക്ക് 65 രൂപയ്ക്ക് കൊടുക്കാം. കയ്യിലുണ്ടോ? നമ്മളതിൽ സ്റ്റോക്ക് കിടപ്പുണ്ട്. സ്റ്റോക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ 85 തൊട്ട് അങ്ങ് നോക്കാം. ഓക്കെ, പറഞ്ഞു. ഇത് സിംഗിൾ ഓണർ 2013 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 പുതിയ ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, പക്ക ജെന്യൂൻ വണ്ടിയാണ്. നമുക്ക് 85 രൂപയ്ക്ക് കൊടുക്കാം. ബേസ് വേരിയന്റ് ആണല്ലേ? ഏതാ? അതെ. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. പുതിയ ടയറാണ്, 4 പുതിയ ടയറാണ്. ചെറിയ സ്ക്രാച്ച്. ഈ കളർ വേരിയേഷൻ വന്നേക്കുന്നത് റീപ്ലേസ് ആയതുകൊണ്ടാണോ അതോ അല്ല? ഇത് കളർ ഫെയ്ഡ് ആണ്. പോളിഷ് ചെയ്താൽ പുത്തൻ വണ്ടിയൊക്കെ ആവും. ഓണർഷിപ്പ് എത്രയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. എത്ര ചോദിക്കുന്നത്? ഇതാണ് 85 രൂപയ്ക്ക് കൊടുക്കാം. 85,000 രൂപ. ഇത് ലാസ്റ്റ് പ്രൈസ് ആണോ? മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താൽ പറഞ്ഞത്. ലാസ്റ്റ് 85,000 രൂപ. അതെ. ഓൾട്ടോ ഇതിപ്പം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. പുത്തൻ പേപ്പറുള്ള വണ്ടിയാണ്. ഇതൊക്കെ 1,430 വരെ. 2030 വരെ. ടയേഴ്സ് ഒക്കെ അതുകൊണ്ട് തന്നെ നല്ല ടയേഴ്സാണ്. അത് 4 പുതിയ ടയറാണ്. 4 പുതിയ ടയർ നമ്മളെടുത്തിട്ടതാണ്. ഫുൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്കകം കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവർ ബാക്ക് സൈഡ് നല്ല നീറ്റ്, ഫ്രണ്ട് തോന്നി ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം അത് ഇച്ചിരി മോശം. എത്ര ചോദ്യം? ഇതാണെങ്കിൽ നമുക്ക് 1,400 രൂപയ്ക്ക് കൊടുക്കാം. 1,25. 1,25. ഇത് വൈറ്റോ? വൈറ്റ് വണ്ടിയും 6 ഇഞ്ചിന് കൊടുക്കാം. 11 വണ്ടിയാണ്. ടെസ്റ്റ് അടുത്ത വർഷം ലാസ്റ്റാണ് ടെസ്റ്റ്. LXi. ഓണർഷിപ്പ് എത്രയാ? ഇത് സെക്കൻഡ് ഓണർഷിപ്പായി. സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രമുണ്ട്. ബോണറ്റ് ബമ്പർ അങ്ങനെ ഇല്ല.
സീറ്റ് കവർ ഇച്ചിരി ചുളുങ്ങി പറഞ്ഞിരിക്കുന്നു, അല്ലാതെ കീറിയിട്ടൊന്നുമില്ല. ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സാണല്ലേ? അതെ അതെ. ഓക്കെ, എത്ര ചോദ്യം? ഇത് 1.25 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക്. ഇതിന്റെ പേപ്പറൊക്കെ ഇനി എത്ര ആള്? ഇത് 26 ലാസ്റ്റ് വരെ ഉണ്ട്. ഇത് നമുക്ക് സിയാസിൽ നിന്ന് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. അപ്പം ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വാല്യുവേഷന് വേണ്ടി ഇട്ടിട്ട് പോയതാണ് കസ്റ്റമർ. ഇതിന്റെ വില ഫൈനലായിട്ടില്ല. ഓണർഷിപ്പ് എത്രയാ? ഇത് നോക്കിയില്ല, അതായത് കസ്റ്റമർ ഇന്ന് കൊണ്ട് ഇട്ടതേ ഉള്ളൂ വണ്ടി. നമുക്കൊരു നമുക്ക് 2012 ലാസ്റ്റ് വണ്ടിയാണ്. നമുക്കൊരു ഏകദേശം ഒരു 1.25 റേഞ്ചിന് തീരും. ആ ഓക്കെ. 2012 ആകുമ്പം പേപ്പർ 27 വരെ ഉണ്ട്. ഇപ്പം സിയാസിന് എക്സ്ചേഞ്ച് വന്നതാണ്, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ആ സമയത്ത് കൊണ്ടുവന്നത്. താല്പര്യമുള്ളവർ വിളിക്കുക. അതെ, ഒരു 1.25 കൊടുക്കാൻ താല്പര്യപ്പെടുന്നു അല്ലേ? അതെ അതെ. 2007 ഡീസൽ സ്വിഫ്റ്റ് ആണ്. സെക്കൻഡ് അലോയ് വീല് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 1.34 ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്ററോ? ഈ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. എഞ്ചിനൊക്കെ പക്കയാണ്. വണ്ടിക്കകം കാണാൻ നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യമുണ്ട്, അത്യാവശ്യം നല്ലൊരു അലോയ് വീൽസ് കാര്യങ്ങൾ കിടപ്പുണ്ട്. എത്ര ചോദ്യം? എത്രയാ ഏതാ ചോദ്യം എത്രയാ? ഇതാണെങ്കിൽ ഫൈനൽ നമുക്കൊരു 1.55 ചോദിക്കുന്ന, നമുക്കൊരു 1.50 ഫൈനൽ കൊടുക്കാം. 1.50. ആ, സ്വിഫ്റ്റ് 1.50 കൊള്ളാം. അത്യാവശ്യം വണ്ടി കാണാനൊക്കെ കൊള്ളാം. വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ആ ഭാഗങ്ങളോ ഒന്നും കാണുന്നില്ല. 2019 സ്വിഫ്റ്റ് ആണ്. 2019 42,000 കിലോമീറ്റർ, പക്ക ജെനുവിൻ വണ്ടിയാണ്. ഈ 42 ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ 2019 ആണ്. വണ്ടിക്ക് അകമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. VXi ആയിരിക്കും അല്ലേ? ആ അതെ. വണ്ടി ഓരോ കൊള്ളാം. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സും കിടപ്പുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ ഫൈനൽ നമുക്കൊരു 5.40 ഫൈനൽ കൊടുക്കാം. 5.40? അതെ അതെ. അപ്പോൾ എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് 40 രൂപ ഫസ്റ്റ് അടച്ചാൽ മതി, 5 രൂപ ഫിനാൻസ് കിട്ടും. 5 രൂപ. 2019 ഇതേ സെയിം മോഡലിന് VXi ആണ്. ഇത് പക്ഷേ 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുകയാണ്. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഇതും വണ്ടിക്കകം കാണാനൊക്കെ നല്ല നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേതിനൊരു ആംബ്രസ്റ്റ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. എത്ര ചോദിക്കുന്നേ? ഇതാണെങ്കിൽ ഫൈനൽ നമുക്ക് 5.25 കൊടുക്കാം. 5.25. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ തോതിൽ 25 രൂപയൊക്കെ കൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റും വണ്ടി? ഇറക്കാൻ പറ്റും. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ആ രീതിയിലൊക്കെ വണ്ടി എടുത്തിട്ട് ഓടിയാൽ മതി. വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പൊടി പിടിച്ച് കിടക്കുന്ന റോഡ് സൈഡ് ആയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അല്ലാത്ത രീതിയിൽ വണ്ടി നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. 2016 ZXi പ്ലസ് സിംഗിൾ ഓണർഷിപ്പിലേക്കാണ്. 62,000 കിലോമീറ്റർ, പക്ക സർവീസ് വണ്ടി. കമ്പനി സർവീസാണ്? കമ്പനി സർവീസാണ്. അപ്പോൾ കിലോമീറ്റർ ജെനുവിനായിരിക്കും. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ചെറിയൊരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതി വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. നല്ല സിഗ്നോസ് ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഫോട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആ രീതി വണ്ടി ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബാക്ക് AC ഒക്കെ വരുന്ന മോഡലാണ്. വണ്ടി ഓവർക്കൊള്ളാം. ZXi പ്ലസ് ആണ് വണ്ടി. ഫ്രണ്ട് ബമ്പറിൻ്റെ ഭാഗത്ത് മാത്രം ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു എന്നുള്ള ഒഴിച്ച വണ്ടി വേറെ ഭാഗങ്ങളിലൊന്നും വേറെ ഒരു പോരായ്മകളും കാര്യങ്ങളൊന്നുമില്ല. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്, അതേപോലെ നല്ലൊരു അലോയ് വീൽസ് ഉണ്ട്. ഇത് എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 5,65,000 രൂപയ്ക്ക് കൊടുക്കാം. 5,65,000 രൂപ. ഒരു 50 രൂപയ്ക്ക് വേണ്ടി വരും ഇറക്കാൻ? 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 2018 VXi സിംഗിൾ ഓണർ, 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനൽ 4,10,000 രൂപയ്ക്ക് കൊടുക്കാം. ഏത് വർഷമായിരുന്നു? ഏത് വർഷമായിരുന്നു മോഡൽ? 2018 VXi. 18. സിംഗിൾ ഓണർ. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.
ഈ ടയർ അല്പം മോശമാണ്. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാം? ഇത് ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഫുൾ ഫിനാൻസ് കിട്ടും. ഫുൾ ഫിനാൻസ് കിട്ടുന്നുണ്ട്. ഈ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. എസ് ക്രോസ് ഓട്ടോമാറ്റിക് ആണ്. 2021 സിംഗിൾ ഓണർ, 68,000 കിലോമീറ്റർ, 4 പുതിയ ടയർ, സീറ്റ വേരിയൻ്റ് ആണ്. പെട്രോൾ അല്ലേ? പെട്രോള് ഹൈബ്രിഡ് ആണ്. മൈലേജ് ഇപ്പോൾ ഇതിൽ ക്ലസ്റ്ററിൽ 16 കാണിക്കുന്നുണ്ട്. ആ റേഞ്ച് തന്നെ മൈലേജും കിട്ടും. ടോപ്പ് വേരിയൻ്റ് ആണോ? അല്ല, സീറ്റാണ്. ടോപ്പിന് തൊട്ട് താഴെ ഉള്ള പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം വരും. ഫോൾഡിംഗ് മിറർ കാര്യങ്ങളെല്ലാം വരും. ഇതിൽ ഈ ഡയമണ്ട് കട്ട് അലോയ്സാണ് വരുന്നത്. എത്ര ചോദ്യം? ഇതാണെങ്കിൽ നമുക്ക് ഫൈനൽ 885 ഫൈനൽ കൊടുക്കാം. 885. അതെ. 2016 ആസ്ത ഓപ്ഷൻ i20. ആ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്, ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ആണ്. നിനക്ക് 58,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഇത് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല, പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ടച്ച് സ്ക്രീനൊക്കെ ഇത് വരുന്നതാണോ? അതെ. ഇത് ആസ്ത ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടിയാണ്. ടോപ്പ് എൻ്റാണ്. ആ, വണ്ടി കാണാൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ കൊണ്ട് ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഹുണ്ടായിയുടെയൊക്കെ വണ്ടിയുടെ ഡോറ് നല്ല വെയിറ്റ് ആണ്. ഇപ്പം മാരുതി വണ്ടിയുടെ ഡോറ് തുറക്കുന്ന പോലുള്ള ഫീൽ അല്ലല്ലോ. അതിനൊക്കെ ഇതൊക്കെ ഫുള്ള് കമ്പനി പെയിൻറ്റ് വണ്ടിയാണ്. ഫുള്ള് കമ്പനി പെയിൻറ്റ്. നമ്മൾ വേറെ ടച്ച് ആൻഡ് പോളിഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസ്റ്റമറിൽ ഇരുന്നതാണ്. ചോദ്യം എത്രയാ? ഇതാണെങ്കിൽ ഫൈനൽ നമുക്ക് 4,65,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 4,65,000. ആ. എന്തെങ്കിലും കുറയോ? എന്തായാലും ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനൊക്കെ തന്നെയാണ് ഇത് ഇത് ഏകദേശം 4-4.25 രൂപ ഫിനാൻസും കിട്ടുന്ന വണ്ടിയാണ്. 2022 VXI 1.2 ലിറ്റർ വണ്ടി. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ 2022 മോഡല്. 22. അതെ. ഓക്കെ. അതുകൊണ്ട് തന്നെ വണ്ടി നല്ല വൃത്തിയുണ്ട്. സ്റ്റിയറിംഗ് 1.2 ആണ്. 1.2. ആ. ഓക്കെ. എത്ര ചോദ്യം? അത്യാവശ്യം ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ഫൈനൽ നമുക്കൊരു 4,90,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 490. അതെ. ഇതൊക്കെ ഇറങ്ങുമ്പോൾ എന്താ വരെയുണ്ട്? ഇത് കമ്പനിയിൽ ഇപ്പോഴത്തെ ഈ GSTയുടെ ഓഫർ പോയിട്ട് ഇറങ്ങുന്നെങ്കിൽ പോലും 8 രൂപ റേറ്റ് വരും. ഓഫറും പോയിട്ട് ഓൺ റോഡ്. ഓക്കെ. 880 വില ഉണ്ടായിരുന്നു ഇതിന് ഇറങ്ങുമ്പോൾ. വേറെ ഏതോ വണ്ടി കയ്യിലുണ്ട് സ്റ്റോക്ക് കാണിക്കാൻ? ഒരു ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റി 2014 ഹോണ്ട സിറ്റി VX സൺറൂഫ് ഉള്ള വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡീസലാണ്? പെട്രോളാണ്. പെട്രോൾ 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതാണെങ്കിൽ നമുക്കൊരു 4,25,000 രൂപയ്ക്ക് കൊടുക്കാം. VX ഹോണ്ട സിറ്റി. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ അത് വണ്ടിയുടെ ഫോട്ടോസ് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇവിടെ സ്റ്റോക്ക് കിടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേക്കാൻ പറഞ്ഞാ. അതെ. വേറെ വല്ലതും കിടപ്പുണ്ടോ? വേറെ പിന്നെ 2010 അൾട്ടോ കിടപ്പുണ്ട്. അതാണെങ്കിൽ 65,000 രൂപ നമ്മൾ ആദ്യം പറഞ്ഞ വണ്ടി. ഓക്കെ. അതും കൊടുക്കാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ള നല്ല നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ 1-2 വണ്ടികൾ ചെറിയ ടച്ച് ആൻഡ് പോളിഷിൻ്റെ പരിപാടിക്കൊക്കെ ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വണ്ടികൾ കാണിച്ചു തരാൻ പറ്റാത്തത്. അല്ലാത്ത വർഷം കാണിച്ചു തന്ന വണ്ടികളൊക്കെ ഒരുവിധം നല്ല വണ്ടികളായിരുന്നു. വണ്ടികൾക്ക് വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. എന്നിരുന്നാൽ പോലും യൂസ്ഡ് വണ്ടിയാണ്. നല്ലൊരു മെക്കാനിക്കിനെ കൂടി കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്തെടുക്കുക. പക്ഷേ ഓവറോൾ ഇപ്പം ഈ അവസാന ഘട്ടത്തിൽ കാണിച്ചു തന്ന വണ്ടികളെല്ലാം നല്ല കിടിലം വണ്ടികളായിരുന്നു കേട്ടോ. സ്വിഫ്റ്റ്, പിന്നെ 2 സ്വിഫ്റ്റ്, സിയാസ്, വാഗണർ, i20 അതൊക്കെ പൊളി സാധനങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം, അത് അത്രയും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി വണ്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചില യൂസ് ചെയ്ത് ആ ഒരു മട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഇൻ കേസ് അത് തന്നെ എടുത്താലും നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് തന്നെ എടുക്കണം. ഇനി ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ചാടിക്കയറി എടുത്ത് കളയരുത്. നല്ല വണ്ടികളാണ് കാണാൻ. ബാക്കി മെക്കാനിക്കൽ സൈഡും കൂടിയൊക്കെ നോക്കിയിട്ട് നല്ല വണ്ടികൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ബൈ.